ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. 2025 ജൂലൈ മാസത്തിൽ പൊതു ഇടങ്ങളിലെ പുകവലി നിരോധിച്ച രാജ്യം ഫ്രാൻസ്. ലോക മലാല ദിനമായിട്ട് ആചരിച്ചത് ജൂലൈ 12-ന്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി. ഉണർവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥാപിതമാകുന്ന ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ രാജരാജേശ്വര ക്ഷേത്രം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 ബാലസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹനായത് ശ്രീജിത്ത് മുത്തേടത്ത്. പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. മികച്ച പാർലമെന്ററിയനുള്ള സൻസദ് രത്ന പുരസ്കാരം 4ാം തവണയും നേടുന്നത് N.K. പ്രേമചന്ദ്രൻ. 2025 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ആരവല്ലി പർവ്വതനിരയിൽ വനവൽക്കരണം നടത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ആരവല്ലി ഗ്രീൻവാൾ പദ്ധതി. ഏതു നേത്രരോഗത്തിൽ നിന്ന് ഇന്ത്യ പൂർണ്ണ വിമുക്തി നേടിയതായാണ് 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത്? ട്രക്കോമ. സമ്പൂർണ്ണ ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രം നെല്ലിയാമ്പതി. ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിച്ചത് ജൂലൈ 11-ന്. കേരളത്തിലെ ആദ്യ അതിദാരിദ്ര്യ വിമുക്ത നഗരസഭ പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ. കേരളത്തിലെ ആദ്യ അതിദാരിദ്ര്യ വിമുക്ത ജില്ല കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമില്ലാത്ത ജില്ല കോട്ടയം. 2025 രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത മലയാളി സി സദാനന്ദൻ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന 9ാമത്തെ മലയാളിയാണ് സി സദാനന്ദൻ. ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാം ശുക്ല നിലയത്തിൽ ചെലവിട്ട ദിവസങ്ങൾ 18 ദിവസങ്ങൾ. ഭൂമിയെ ചുറ്റിയത് 288 തവണ. ബഹിരാകാശത്തെത്തുന്ന 634ാമത്തെ വ്യക്തിയാണ് ശുക്ല.